ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പുറത്തു നിൽക്കുകയാണ്. ആശംസ ഓൺ ദ വേ ആണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ പോവുകയാണ്. ഒരാൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. നേരത്തെ ആട്ടോ റെഡി ആയിട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ നേരത്തെ ഞാൻ പൊതുവെ നേരത്തെയാണ് എല്ലാം. ഫസ്റ്റ് വന്ന് ഇവിടെ ഇരിക്കും, സോഫയിലിരിക്കും. ബാക്കി പണിയെടുത്തതൊന്നും എനിക്ക് അറിയണ്ട, പക്ഷെ ഞാൻ വന്നിരിക്കും ഇവിടെ. എന്താ ശരിക്കിരിക്കേ, അങ്ങോട്ട് പുറകോട്ടിരിക്കേ, അല്ലെങ്കിൽ ഇപ്പുറം ഇരിക്കേ, അവിടെ ഇരിക്കേ. ഇല്ല ഇല്ല, നമുക്ക് അവിടെ ഇത് വരുന്ന എന്നേന്ന് ഈ ലാസ്റ്റ് മൊമെന്റിലാ. ഒരാളുടെ മുഖം നോക്കി ഇവിടെ. മുഖം മാറ്റി അതെ 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 അതെ, ഈസ് ഓൺ ദ വേ. ഒരു പാട്ട് മിസ് റെക്കോർഡ് ചെയ്തില്ല ഞാൻ. ഒന്നും കൂടി ആഹാ. പിന്നെ ചായ കുടിക്കാൻ മൂട്. അവൻ വരുന്ന നമുക്കൊന്ന് ചായ കുടിച്ചു തന്നാലോ? താഴെ ഇവിടെ പോയിട്ട് ഒരു ഉന്മേഷം ഉണ്ടാവും. എനർജി के लिए ചായ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തി. നമ്മൾ ജെറ്റ് സ്കീ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. എല്ലാവരും ഉണ്ട്, മറിയുണ്ട്, സാന്ദ്ര ഉണ്ട്, ആശംസ അവരുണ്ട്. കാറിൽ പാർക്ക് ചെയ്ത് വരാം. ഓക്കെ, നമ്മൾ സ്പോട്ടിലെത്തി. മംസാർ ബീച്ചാണ് സ്ഥലം. എടാ, നിനക്ക് ഭയങ്കര ഫാൻസാടാ. ഇപ്പം നമ്മളിതാ ഇവരെ വണ്ടി പോവാണ് സ്പോട്ടിലേക്ക്. Dato, we'll get wet or what? We'll get wet? Where? In the water? Water? Yeah? Maybe half another side, yeah. Water for drink? No. Why? Will be get wet. Dress. Wet. You dress? Yeah. Why not come with how the... We have. Yeah, okay, no problem. You have to change your room. Okay. I should say. Happy, yani, you know? Please, be careful drive and speak how people, India people speak with you for agreement, check for everything. Slowly drive, everything come okay, not happy. No problem. We'll be safe, no? Yeah? People are safe. It's just you not have insurance, yeah. That is no. Have another side. Here. Wait a minute. This is private page. No, this We have no insurance. ജെറ്റ് സ്കീ ഇൻഷുറൻസ് ഇല്ല എന്നാണ് പറയുന്നത്. No. അപ്പൊ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക. നമ്മുടെ സൈഡ് തന്നെയാണ്, നിങ്ങളുടെ ഷാർജ സൈഡ്. പൂക്കീസ്. Pookie number 1. Pookie number 2. Pookie number 3. Chest number. Pookie in Tulu, you know what it is. I know. Adini. Oh, bete. അത് വേറെ. അതൊരു തെറിയാണ്. No, it's not a thing. തെറിയൊന്നല്ല. ഇപ്പൊ ആശംസ ഒരുമാതിരി വിട്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാനിവൻ ആദ്യം ഓടിക്കുന്നത് കാണും, അതർവൈസ് ഐ വിൽ റൈഡ് യു കമ്പയർ മീ. അപ്പൊ എനിക്ക് എവിടുന്ന ഈ നാറ് തരില്ല എനിക്ക്. അവൻ ഇരുന്നാലും എനിക്ക് സ്ഥലമില്ല. ഇവിടെ ഒരാളെ ഐഡിയ കൊടുക്കണം. അത് ആശംസയുടെ ഐഡിയ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. كسبوا هم عايزين 2 ولا عايزين 3 ولا كمان.
ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് കിട്ടും. അത് ഇല്ലെങ്കിൽ അത് 2 വണ്ടി റെഡിയുണ്ട്. സോ ലെറ്റ്സ് സീ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മറിയം ഓടിച്ചിട്ടുണ്ട്, പണ്ട് ഓടിച്ചിട്ടുണ്ട് അവൾ, പണ്ട് ദുബായിൽ വന്നപ്പോൾ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് അറിയില്ല, ഞാൻ എൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, വെബ് സീരീസ് ഞാൻ സ്ഥിരം കാണുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. ജെറ്റ് സ്കീ എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് കയറാൻ പോവാം. എന്നാലും നോക്കാം എങ്ങനെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. കിട്ടില്ല വൈബാണ്. നല്ല നല്ല വെതർ, സൂപ്പർ വെതർ എന്നതാണല്ലോ, പൊളി വെതറാടാ, അടിപൊളി. അതാണ് എനിക്കൊന്ന് കംപ്ലീറ്റ് പോവാം. നമ്മളിപ്പം എടുക്കുന്നത് 1 hour ആണ്. സോ ഹാഫ് ആൻ അവർ ഉണ്ട്, 1 hour ഉണ്ട്. സോ നമ്മൾ എടുക്കുന്നത് ഇപ്പം 1 hour ആണ്. ആ അന്ന് നിങ്ങൾ എത്ര കൊടുത്തത്? 150. 10 years back. ഓക്കെ. 10 years back 150 dirhams. ചെറിയ മൂഞ്ചലാണല്ലോ ഇത്, അല്ലേ? ഇത് ഉടായ്പ പരിപാടിയാണല്ലോ. ആകെ മൂഡ് ഓഫ് ആക്കി, മൂഞ്ചിപ്പിച്ചു ഇവന്മാർ. ആദ്യം ബുക്ക് ചെയ്യുമ്പോൾ വേറെ പറഞ്ഞു, ഇപ്പോൾ വേറെ പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ പോവാണ്. സാന്ദ്ര ആദ്യം വരുന്നില്ല, അത് ഞാൻ ആശംസ മറിയുമാണ് പോകുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അവൾ വരും. നോക്കാം. 1 മണിക്ക്. നീ വരുന്നില്ലല്ലോ സാന്ദ്ര? ഷുവർ അല്ലേ? ഓക്കെ, നീ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോവാണ്, വെള്ളത്തിൽ കയറാണ്. ഓക്കെ, ബൈ ബൈ. ഓക്കേ. മെല്ലെ അവൻ എടുത്തല്ലേ? നീ ഉണ്ടാവല്ലോ. Yeah, you have to be careful with that. That should not fall. Look at that. ഇല്ല, പ്രത്യേക നോക്കൂ. ഒന്ന് നോക്ക്. ആശംസ എന്താ കാണിക്കുന്നത്? അടിപൊളി. ഫാസ്റ്റ് പോകാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. വണ്ടി താവുക ഫാസ്റ്റ് പോകുമ്പോ. സാൻഡ്ര
ഒരു മിനിറ്റ് ഇത് മതി. പോളി. അങ്ങനെ ഫൈനലി നമ്മൾ കഴിഞ്ഞു വന്നു. നിന്റെ ക്ലാസ് അല്ലേ പോളി എക്സ്പീരിയൻസ് ആട്ടോ, ഒരു രക്ഷയില്ല എക്സ്പീരിയൻസ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഒരു സ്പീഡ് ബോട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ. ഞാൻ ഇത്രയും വെള്ളത്തിലതിന് ചെയ്ത് ഞാൻ കടലിൽ കുളിച്ചിട്ടുണ്ട്, പലയിടത്തും വെള്ളച്ചാട്ടത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷേ കടലിൽ ഈ ഒരു ജെറ്റ് സ്കീ വർത്ത് ഇറ്റ്. പോളി. നിങ്ങൾ ട്രൈ ചെയ്യണം, അടിപൊളി സ്ഥലമാണ്. ജെറ്റ് സ്കീ ഒരിക്കലും ട്രൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ. മസ്റ്റ് ട്രൈ ആണ് ജെറ്റ് സ്കീ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനിയെന്താ പരിപാടി? ചായ കുടിച്ചാലൊന്ന്. ഓക്കെ, നമ്മളൊന്ന് ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ, സ്പീഡ് പോകുമ്പോൾ വെള്ളം മുഖത്തെടുക്കും. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. ദിസ് ഈസ് കാറിന്റെ കീ പേഴ്സ് എല്ലാം ഉണ്ടല്ലോ. ഫോണും ചെയ്യണ്ടേ? Yeah, brother. എന്റെ ഫോൺ Brother, you can fish here? Yeah, here. Yeah. But now close. What time it opens? Not now. Go any boat, big boat, not go big beach. No. Only in the boat. In the seashore you can't No, do after fishing. your pump finish after. Ah, Now have problem for beach. You see, all closed. Just only for just keep this line. Not Okay. go big sea, not can allow. പക്ഷെ ആ സൈഡിലുണ്ട്. Yeah. എവിടെ? അവിടെ ആ സൈഡില്. എന്റെ കാല് full sand. Inshallah, Iran stop. And they come. That is why it stopped. I don't know. Allah, madam, you have too much problem for all people now. നീ പണ്ട് വണ്ടി ഓടിച്ചത്? ആ, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് അറ്റാക്ക് ഇവളച്ഛനോ? നിന്റെ അച്ഛൻ കണ്ടാലിപ്പോ വെള്ളം ചാവപ്പോ. My dad is very hydrophobic. And he you know, anytime his one advice is don't go to the beach. We live in Mangalore, he'll be like don't go to the beach. Beach പോണ്ട. സ്കെയർ ആയിട്ടുള്ളവർക്കെല്ലാം ഭയങ്കര. ഏതാ? എനിക്ക് ആ ഒരു ഇൻസിഡന്റിന് മുമ്പ് വരെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. But my dad will be like, you know, he's afraid of water park also. Even yeah, water park lo he was very afraid. എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു ഹാര. ചേട്ടന് സ്വിമ്മിങ് അറിയാലോ നല്ലോണം. എന്താ ചായന്റെ പേരെന്താണ്? റബാഷ് സ്പെഷ്യൽ ടീ ആണോ? കൊള്ളാലോ. പക്ഷെ കോഫിയുടെ സ്മെല്ലും ചായയുടെ പേരും ഇതാണ് ചാപ്പി. ചായ പ്ലസ് കാപ്പി, ചാപ്പി. അങ്ങനെ ഫൈനലി ജെറ്റ് സ്കീ കഴിഞ്ഞു. എൻ്റെ പൊന്നു മോനെ, പോളി സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, പക്ഷേ വർത്ത് ഇറ്റ്. നിങ്ങൾ മസ്റ്റ് ട്രൈ സാധനമാണ് ജെറ്റ് സ്കീ എന്ന് പറയുന്നത്. ഓഫ്, രക്ഷയില്ല. ഇപ്പം അതേ ഔട്ട്ഫിറ്റിലാണ്. കാലൊക്കെ ഫുള്ള് പൂഴിയാണ്, മൊത്തം മണലാണ്. ഫുള്ള് നനഞ്ഞിട്ടുണ്ട്, അടിഭാഗത്ത് നനഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ, ബൈ. എന്ത് ജെറ്റ്? ആ, അങ്ങനെ. ആ, എന്തൊറ്റി? അല്ല, നമുക്ക് അവിടെ അറിയാലോ, വേസ്റ്റ് അറിയാലോ. Somebody is so excited after doing jet ski. He's going on explaining the science. ആ, ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ടെക്നിക്ക് ഉണ്ട് വണ്ടി ഓടിക്കുന്നതിന്. ഒരു സൈഡ് ചെരിവുണ്ടാവും. ആശ്വാസിന്റെ വണ്ടിക്ക് എൻ്റെ വണ്ടിക്ക് രണ്ടുപേരും ചെരിവുണ്ട്. എൻ്റെ ലെഫ്റ്റിലേക്കായിരുന്നു, അവൻ്റെ റൈറ്റിലേട്ടായിരുന്നു. അപ്പം ഒന്ന് ലെഫ്റ്റ് പിടിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. സോ ലെഫ്റ്റ് സ്ട്രെയിറ്റ് പിടിച്ച വണ്ടി ഇങ്ങനെ പോകും, പാമ്പ് പോലെ അഴിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ലെഫ്റ്റ് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ ഈ സാധനം സ്ട്രെയിറ്റ് പോകുള്ളൂ. റൈറ്റോട്ട് തിരിച്ചാൽ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റൈറ്റോട്ട് പോകും. സോ നമ്മളൊന്ന് ലെഫ്റ്റോട്ട് പിടിച്ചാൽ വണ്ടി സ്ട്രെയിറ്റ് പോകും. പിന്നെ വണ്ടി തിരിക്കുമ്പോൾ ഒറ്റ സൈഡ് തിരിക്കാൻ പാടില്ല. ആക്സിലേറ്റർ കൊടുത്തിട്ട് ഓരോരോ ഇഞ്ചായിട്ട് തിരിക്കണം. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ വിട്ടാകുമ്പോൾ പ്രഷർ ബാക്കിൽ നിന്ന് വരും വെള്ളം പോകുമ്പോൾ. അപ്പോൾ എന്താ, ബാക്കിലത്തെ സാധനം മൊത്തം തിരിയും, ഫ്രണ്ട് തിരിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ടാ തിരിയും. അപ്പം നമ്മൾ വീണു, വെള്ളത്തിലേക്ക് നേരെ കുത്തി വീണു. ഇതാണ് എൻ്റെ കാർഡ്, ഇത് അവൻ്റെ കാർഡ്, ഇത് അവളുടെ കാർഡ്. അവൾ കാർഡ് ഒരുക്കണ അത്ര.
ഇത് ഒറിജിനൽ ഊനോ ഒന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഊനോ. എന്താ ഇതിന്റെ പേര്? ആരെ കളിക്കട്ടെ? ഓണോ ഓനോ. ആരെ കളിക്കണ്ടേ? കളിക്ക്. ഗ്രീൻ ഗ്രീൻ ഇട്. ഇട്ടു. ലാസ്റ്റ് കാർഡാണ്. ആശംസ് കുറച്ച് ബുദ്ധി. അതൊന്നും പറയാൻ പാടില്ല. ഞാൻ മാറ്റാം. ഇതാ വേണം. നിങ്ങൾ കണ്ട കളിയാണിത്. ഊന. ഞാനെങ്ങനെ വിന്നായിരിക്കാണ് ഗൈസ്. വിൻ. He also said Uno. കളർ ചേഞ്ച് ടു ഞാൻ ഊന പറഞ്ഞു. കളർ ചേഞ്ച് ടു യെല്ലോ. So bad, man. He also won though. ഇല്ല, ഞാൻ എല്ലാ കളി ഞാൻ എല്ലാവരും സഹായിക്കുന്നുണ്ട്. എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഞാൻ മതിയാക്കി. Yeah, yellow. He has Sandra. Greenale decide. ഞാൻ കണ്ട കുഴപ്പമില്ലല്ലോ. You're the one who distributed, no? ആ സോ Appa, അത് ശരി മോനെ. ഞാൻ ഒന്നും നോക്കി. നീ വീഡിയോ എടുക്കായിരുന്നു. ചോ. നീ വീഡിയോ എടുത്തല്ലേ. ഇതാണ് സത്യസന്ധോടെ കളിച്ചാണ്ടല്ലോ. കുറ്റം മറിയം. വാശിയേറിയ പോരാട്ടവുമായി ഇതാ സാന്ദ്ര ആശംസ്. നീ പറഞ്ഞില്ല. ഇല്ലില്ല. If he reminded you of നീ പറഞ്ഞ നിന്റെ മൈൻഡിലില്ല. നീ ചുമ്മാ കള്ളം പറയും. ഇല്ലില്ല. ഇവളൊന്നും വേണ്ടില്ല. നീ ഇങ്ങനെ കാണിട്ടോ. പിന്നെ ഞാൻ എന്തോ ഇരിക്കുവോ? നീ ഇടുമ്പോഴേ പറയണം. നീ ഇട്ടിങ്ങനെ വന്നിട്ടല്ല പറയണം. ഒരു രക്ഷയില്ല. പ്ലസ് 4 അല്ല ഇവക്ക് വേണ്ടേ? പ്ലസ് 4 ഇട്ടത് രണ്ടെടുത്തോട്ടെ. യൂന് പറയണോ? എന്താ കിട്ടിയത് അവന്? പ്ലസ് 4 അല്ലേ കിട്ടിയത്? എന്താ അതല്ലേ കാര്യം. അല്ല ഒന്നുമില്ല. അയ്യോ ഞാനൊന്നും ചെയ്തു കൊടുത്തില്ലേ. നിനക്ക് ഞാൻ പ്ലസ് 2 തന്നായിരുന്നേ. അതെ. അപ്പൊ സ്വന്തം കിട്ടുമ്പോ കുഴപ്പമില്ല. You are the one who always does What? cheating. അതായിക്കോട്ടെ. അത് ശരിയാണ്. പക്ഷെ വിന്നാരായത് ഇപ്രാവശ്യത്തെ ഗെയിമില്? Cheating ആക്കിയിട്ടല്ലേ? ഇവിടെ ചീറ്റിങ്. Once a cheater, always a cheater. ഒന്നും കൂടി കാണട്ടെ. ആ ചീറ്റർ പറഞ്ഞ മുഖം കാണട്ടെ. അയ്യാളാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുന്നേ. സോഫ്റ്റ് ആയിട്ടാ. ക്യാമറ ഒന്നും സോഫ്റ്റ് ആവും. കളിക്ക കോപ്പ് പാളിപ്പോയി. കളി കളിക്കടി. ഒന്നാവില്ല. നീ കളിക്ക്. ധൈര്യം. നീ വിജയിക്കണം. നീ കളിക്ക്. എന്തല്ലേ ഞാനിട്ടോ അത് എന്റെതാ. ഒന്നോ എട് രണ്ടെണ്ണം എട്. രണ്ടെണ്ണം കൊടുക്കണം. അത് കളി ഞാൻ കണ്ടിട്ടില്ല. വിളിക്കണ്ടൊരു വിളിക്കാം. വിളിക്കണ്ടൊരു വിളിക്കണം. ഇല്ല. നമ്മള് കളിച്ചവരല്ലേ? ആ ശരി വിട്. നമ്മള് തമ്മിലാക്കി. അപ്പൊ ചേട്ടൻ അവർക്ക് എന്തേലും പറഞ്ഞ് ജയിക്കണം കേട്ടോ. ശരി കുഴപ്പമില്ല. ഞാൻ തോറ്റു. നമ്മള് രണ്ടാ പ്ലേയേഴ്സ്. അപ്പൊ ആരോ യൂറോ പറയുന്നത് ചേട്ടൻ ശ്രദ്ധിച്ചേയില്ല. ഞാൻ വിട്ടോന്നില്ലേ? You know what the thing is? There is no specific rule because I'll tell you why. Because after one first player wins, the game is over actually. But we do continue, right? So now the rule is based on what we make. പക്ഷേ ഈ റൂൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അത് നിനക്ക് അക്സെപ്റ്റബിൾ അല്ല. ആരൊക്കെ അതിന് വോട്ട് ചെയ്യുന്നു? 3 പേരല്ലേ വോട്ട്? 1, 2, 3 ഭൂരിപക്ഷം കൂടുതലാണ്. പോട്ടെ. നീ ജയിച്ചു. ഇതാ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്
This time we'll change the rule for fun. പേര് വിളിക്കുന്നവരെടുക്കണം. അല്ലല്ല ഇതല്ല. So I put next is his turn. Suppose he has a power card, he can put same power card. ഓക്കെ ഓക്കെ. അപ്പൊ അവന് 4 എടുക്കും. But if he has a power card, he can also put that. അപ്പൊ ആരെണ്ണം നീ എടുക്കണം. If you have it back to me. നിനക്ക് നല്ല കളിച്ച് ശീലമുണ്ടല്ലോ. പണ്ട് ചീട്ടളിയാണ് മുഖ്യം. We used to play when we ചീട്ടളിയല്ലേ ഏത്? Uno only. കണ്ടാ പറയില്ല, ചീട്ടളി പോലെ ഉണ്ട്. സ്റ്റാൻഡേർഡിലേക്ക് വന്നു. ചീട്ടളി പോലെ ഉണ്ട്. അല്ല ഇത് വല്ലാത്ത ചേത്തായി പോയല്ലേ ഇതില്. ഇതിലൊരു പവർ കാർഡില്ലല്ലോ. അത് നിന്നെ പ്രോബ്ലം അല്ലേ? അങ്ങനെ മൂന്നാമത്തെ കളിയിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഇല്ല. അവരുടെ കണ്ണൊക്കെ നോക്ക്, ഇല്ലാന്ന് പറയുമ്പോ ഞാൻ ഷഫിൾ ചെയ്യണ്ട. ഇല്ല നമ്മളിപ്പം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അഫ്ഗാൻ പുലാവ് ഒക്കെ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അയ്യോ അതിലടക്കട്ടെ. മജ്ലീസ് ആദ്യം എനിക്ക് വാഷ്റൂമിലൊന്ന് പോകണം. എനിക്കും വാഷ്റൂമിൽ പോകണം. ബാബാ ഹലോ ഗൈസ്. ക്യാമറ നോക്ക്. ഹലോ. ഓർഡർ ചെയ്തോ നിങ്ങൾ? നോ വന്നില്ല. എന്താണ് ബെസ്റ്റ് ഇവിടുത്തെ? സെയിം അഫ്ഗാൻ. ഫസ്റ്റ് പേജ്. എനിക്കെന്താ കഴിക്കേണ്ടത്? നോക്കാം എന്താ കഴിക്കേണ്ടത് നോക്കാം. നല്ല വിശപ്പുണ്ട്. Yeah, full chicken. Spicy. അങ്ങനെ പ്ലേറ്റ് വന്നു. അതിനകത്ത് നമ്മളെ സ്പെഷ്യൽ പ്ലേറ്റ് ആണല്ലോ അത്. എൻ്റെ പ്ലേറ്റ് അതൊരുമാതിരി എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ കാണിച്ചേ? ആ പൊളി, നല്ല ബാക്ക്ഗ്രൗണ്ട്. സൂപ്പ് വന്നു. ടൊമാറ്റോ സൂപ്പ്, ബീൻസ്, ഓക്കെ. സാലഡ്. ഓ ഇന്ന് സമയമൊന്നും കിട്ടിയില്ല. താങ്ക് യു. നമുക്ക് ആദ്യം സാലഡ് കഴിക്കാം. ആ സാലഡ് എന്നാ സൂപ്പ് കഴിക്കാം. സൂപ്പ് കഴിച്ചിട്ട് ഡിഫറൻസ് ആണല്ലേ. കൊള്ളാം. എങ്ങനെയുണ്ട് സൂപ്പ് കഴിച്ചിട്ട്? പൊളിയല്ല. വെൽക്കം ഡ്രിങ്ക് മീറ്റ് ലെമൺ. നല്ലുണ്ട്, കൊള്ളാം, നല്ല ഫുഡാടാ. അങ്ങനെ നീണ്ട കാത്തിരിന് ശേഷം നമ്മളത്ര അരമണിക്കൂർ വെയിറ്റ് ചെയ്തടാ. മിനിമം 3/4 മണിക്കൂർ കാത്തിരിന് ശേഷം എന്താ ഫുഡ് വന്നിരിക്കുകയാണ്. എടുത്ത് കഴിച്ചോ. നല്ല സ്മെല്ല് കേട്ടോ. ഇത് രണ്ടും വേറെ ചിക്കനാ സാധനം. കൊള്ളാം. ഇട്ടോളൂ. ജസ്റ്റ് പീസ്. ഏതെങ്കിലും എടുക്ക്. എനിക്കൊന്നും വിളമ്പിത്താ. പിന്നെ എക്സ്ട്രാ മേടിക്കണം നീ. അൺലിമിറ്റഡ് റൈസ് വിത്ത് അൺലിമിറ്റഡ് റൈസ് അല്ലേ? പെയ്ഡാണോ? ഇല്ല പറഞ്ഞിപ്പം ഏതെങ്കിലും എനിക്ക് മതി. എനിക്ക് തോന്നുന്നു ചെസ്റ്റ് പീസിലല്ലോ. അതിനോട് ഫുഡ് ഇവിടെ അല്ല, നല്ല ചിക്കൻ ഉണ്ടോ? സൂപ്പർ ജ്യൂസി ചിക്കനാ. റൈസ് അടിപൊളി. ഓ അങ്ങനെ അവസാനം ഐസ്ക്രീമോടെ നമുക്ക് നിർത്താം ഈ പരിപാടി. അവിടെ ഐസ്ക്രീം കള്ള എന്താ
വേറൊരു ഐസ്ക്രീം കളർ I can't eat കഴിച്ചോടാ. ice cream. ഓ ആ വീഡിയോ കട്ട് ചെയ്ത് കഴിയുമ്പോ നിനക്ക് ആ ക്യാമറ ഓണാക്കിയിട്ട് മാത്രമാണ് അവൻ തിരിച്ചു വന്നത്. സ്നേഹവതിയായ ഭാര്യ. അതും ക്യാമറ വേണാണ്ട് മാത്രമാണ് ചോദിച്ചത്. ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തിരിച്ചു പിടിക്കും. അതോടാ വയ്യ, എനിക്ക് നടുവൊക്കെ വേനിക്ക, വയറ് ഫുള്ളായി. എനക്കോ ഫുള്ളാ? എന്തിനാണ് ഐസ്ക്രീം കുത്തി കയറ്റിയത്? I can't eat it. നല്ല സുഖമുണ്ട്. നിനക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു? ഇന്ന് ഐസ്ക്രീമിന്റെ കളിയാട്ടം. നീ എന്ത് ചെയ്യാൻ പോവപ്പോ? പിന്നെ നാളെ കല്യാണം പറഞ്ഞില്ലേ, എല്ലാം കുടിച്ചതിന്റെ ബാക്കിയൊന്നും ഞാൻ കുടിക്കാറില്ല. എന്നിട്ട് തുപ്പിയൊക്കെ അതുപോലെ മറ്റവര് പറഞ്ഞു കുടിച്ചതിന്റെ ഫലം എനിക്കതാ ഓർമ്മ. അല്ല ഇതെന്താണ് സാറേ കിടന്നുറങ്ങുന്നത്? എന്താ 2 യുവതികൾ